നമസ്കാരം. ഇന്ന് നമ്മൾ കെമാറ്റിൻ്റെ കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു 5 മിനിറ്റ്സ് സെഷൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ കെമാറ്റ് എക്സാമിന് ചോദിക്കുന്നത്, എന്തൊക്കെ സെക്ഷൻസ് ആണുള്ളത്, അതിൽ ഏതൊക്കെ നിങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം. So the first one, I'm going to give you a general introduction about the KMAT examination. നമ്മൾ KMAT എക്സാം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബേസിക്കലി 4 ടൈപ്പ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ 4 സെക്ഷൻസ് ആണ്. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സെക്ഷൻ 1 ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങളുടെ ലാംഗ്വേജ് കപ്പാസിറ്റി, നിങ്ങൾക്ക് എങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വൊക്കാബുലറി എങ്ങനെയാണ്, നിങ്ങളുടെ ഗ്രാമർ യൂസേജ് എങ്ങനെയാണ്, ഒരു പാസേജ് വായിച്ചിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്ങൊക്കെ മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ഡയറക്റ്റ് സ്പീച്ചിന് ഇൻഡയറക്റ്റ് സ്പീച്ചോ, ഇൻഡയറക്റ്റ് സ്പീച്ചിന് ഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. ചില വാക്കുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിമിലർ വേർഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും, ഓപ്പോസിറ്റ് വേർഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ബേസിക്കലി ഇംഗ്ലീഷ് ലാംഗ്വേജ് നോക്കുന്നത്. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമില്ല, ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവരിപ്പം ഒരു 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ഇത് 50 ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഉള്ളത്. ഇത് രണ്ടാമത്തെ സെക്ഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. സെക്ഷൻ 2 ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇത് പേര് പോലെ തന്നെ നമ്മുടെ മാത്തമെറ്റിക്കൽ സ്കില്ലാണ് ഇതിനകത്ത് നോക്കുന്നത്. ബേസിക്കലി ഇതിൽ മാത്തമെറ്റിക്കൽ സ്കില്ല്, ആൾജിബ്ര, ചില മെഷർമെന്റ്സ്, ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള മെഷർമെന്റ് കാൽക്കുലേഷൻ, അതിന് മെൻസുറേഷൻ എന്നാണ് പറയുന്നത്. മെഷർമെന്റ് റിലേറ്റഡ് ഷേപ്പും അത് റിലേറ്റഡ് മെഷർമെന്റ്സ് വരുന്നുണ്ട്. പിന്നെ കാൽക്കുലസ് വരുന്നുണ്ട്, ജോമെട്രി. ഇതൊക്കെയാണ് ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. അതും 50 ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. മൂന്നാമത്തെ സെക്ഷനാണ് എന്നെ സംബന്ധിച്ചിരിക്കുന്ന കുറച്ചും കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ള സെക്ഷനാണ്. ഇതിന്റെ പേരാണ് ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിങ്. സോ ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിങ്. ഇത് ഓരോരുത്തർക്ക് സ്കില്ല് പോലെ ഇരിക്കും. ചിലപ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിങ് ഭയങ്കര എളുപ്പമായിരിക്കും. സോ അത് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് അത് നിങ്ങൾ ഏതാണ് ബെറ്റർ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കൺക്ലൂഷൻ ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ബേസിക്കലി വരാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അടുത്ത സെക്ഷനാണ് ജനറൽ നോളജ്. പിടിവിട്ട സാധനമാണ്. കാരണം നിങ്ങൾ നന്നായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുകയും ജേർണൽസ് വായിക്കുകയൊക്കെ ചെയ്ത് മാത്രമേ അത് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. സെക്ഷൻ 4 ഈസ് ജനറൽ നോളജ്. ഈ ജനറൽ നോളജിന് നമുക്കുള്ളത് 40 ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജിന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡാറ്റ സഫിഷ്യൻസി ലോജിക്കൽ റീസണിങ്ങിന് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജനറൽ നോളജിന് 40 ക്വസ്റ്റ്യൻസ്. അങ്ങനെ മൊത്തം 100 + 40 + 40 180 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 180 ക്വസ്റ്റ്യൻസ്. സോ ടോട്ടൽ യു വിൽ ഹാവ് 180 ക്വസ്റ്റ്യൻസ്. സോ ഈ 180 ക്വസ്റ്റ്യൻസിൽ കുറച്ചെങ്കിലും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെമാറ്റിന് വേണ്ട അഡ്മിഷൻ കിട്ടാനുള്ള സ്കോർ, അല്ലെങ്കിൽ നല്ല സ്കൂളിൽ പഠിക്കാനുള്ള സ്കോർ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ബേസിക്കലി കെമാറ്റ് എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നവർക്ക് സാധാരണ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ അധികം പേരും കണ്ണും കൂട്ടി അടച്ചു പോയിട്ട് കെമാറ്റ് എക്സാം എഴുതുന്നത്. കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാണ്. ഒരു ദിവസം 30 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും കെമാറ്റ് എക്സാം നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് പറ്റും. ഞാൻ അതിന് കുറച്ച് ഈ ഒരു സെഷനിൽ ഈ ബേസിക് അവയർനെസ് ആണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെഷനും ഓരോന്നിനെയും പറ്റിയിട്ട് പ്രത്യേകം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. സോ ഇപ്പൊ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ആയി 4 സെക്ഷൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഡാറ്റ സഫിഷ്യൻസി ലോജിക്കൽ റീസണിങ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്. ഇനി ഞാനതൊരു കാര്യം പറയാം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം
ചിലവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര മോശമായിരിക്കും. കാരണം വേറെ ഒന്നുമില്ല, ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജിന്റെ സ്കില്ലാണ് നോക്കുന്നത്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനകത്ത് വൊക്കാബുലറി ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ചിലപ്പം വൊക്കാബുലറി ഇമ്പോർട്ടന്റ്, അപ്പൊ ഈ വൊക്കാബുലറി കുറവുള്ളവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് കഷ്ടമായിരിക്കും. അതേസമയം ഇത് കുറവുള്ളവർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ തിങ്കിങ്, പെർസെന്റേജ്, കാൽക്കുലേഷൻ, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, ഇതൊക്കെ കാൽക്കുലേറ്റ് അവർക്ക് നല്ല എക്സ്പെർട്ടഡ് ആയിരിക്കും. ഇത് രണ്ടും മോശമുള്ളവരായിരിക്കും ചിലപ്പോൾ ഈ ഡാറ്റ സഫിഷ്യൻസി, ലോജിക്കൽ റീസണിംഗിൽ നല്ല എക്സ്പെർട്ടഡ് ആയിരിക്കും. പിന്നെ ജനറൽ നോളജ്, ഇത് ഡിപ്പെൻസ് ഓൺ യു. ഈ ജനറൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ജനറൽ നോളജ് മാത്രമല്ല, വേറെ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ചോദിക്കാറുണ്ട്. കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ജനറൽ നോളജിൽ ബിസിനസിനെ പറ്റിയായിരിക്കും, പക്ഷെ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. സോ വിൽ ട്രൈ ടു സീ വാട്ട് വിൽ ബി കമ്മിങ് ഫോർ ദ ഫസ്റ്റ് പാർട്ട് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം 8 സെക്ഷൻസ് ആണ് സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക. ഉറപ്പൊന്നുമില്ല, ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾ ഹു മേക്ക് ദ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു ഇതുപോലെ ഇരിക്കും. സാധാരണ ഫസ്റ്റ് സെക്ഷനിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന്റെ ആകെയുള്ള 50 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ്, അതായത് 1 to 10 ക്വസ്റ്റ്യൻസ് ബേസിക്കലി വരുന്നത് നമ്മുടെ വേർഡ്സിന്റെ നമ്മുടെ ആ ഒരു വൊക്കാബുലറി സ്കില്ലാണ്. അതായത് ഒരു വാക്ക് തന്നിട്ട് അതിന്റെ സെയിം മീനിങ് ചോദിക്കുക. സോ ഐഡന്റിഫൈ വേർഡ് വിത്ത് സെയിം മീനിങ്. Identify the word with same meaning. ഈ ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് സെയിം മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, നമുക്ക് അതിന്റെ അകത്ത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പൊ ഒരു വാക്ക് എടുക്കുക, അതായത് ഒരു വേർഡ്, ഇപ്പം ജസ്റ്റ് ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ആ വാക്ക് ഒന്ന് നോക്കി, അതായത് കോർപ്പുലന്റ്. ഈ വാക്ക് നോക്ക്, CORPULENT. കോർപ്പുലന്റ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഇതിന്റെ സെയിം മീനിങ് ഉള്ള വേർഡ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കോർപ്പുലന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒബസ് എന്നാണ്. അതായത് വണ്ണമുള്ള ഒരാളെയാണ് കോർപ്പുലന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചോയ്സിൽ ഒബസ്ന്നോ ഫാറ്റിന്നോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. പക്ഷെ ഈ വാക്കുകൾ ഇപ്പം ബേസിക്കലി ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നമുക്ക് അറിയണമെന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സെയിം വാക്കുകൾ ഉപയോഗിക്കില്ല. അപ്പൊ ഇത് ശരിക്കൊരു കടലില് ഉപ്പ് കലക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ എഫർട്ട്. പക്ഷെ നല്ലതാണ്, നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ കുറച്ച് പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ബേസിക്കലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. നമ്മളിപ്പോ കണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കോംപ്രിഹെൻഷൻ ആണ്. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, ആക്ച്വൽ പ്രൊനൗൺസിയേഷനിൽ കോർപ്പുലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബസ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ കോർപ്പുലന്റ് എന്ന് പറയണം. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത സെക്ഷൻ നോക്കാം. ഒരു വേർഡ് എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഐഡന്റിഫൈ ചെയ്യാം. സോ ഈ 1 to 10 ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് സെയിം മീനിങ്. അടുത്ത സെക്ഷൻ വരുന്നത് ഒരു വാക്ക് തന്നിട്ട് അല്ലെങ്കിൽ ഒരു വേർഡ് തന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പം ഒരു വാക്ക് തരാണ്, നോക്കി ഈ വേർഡ് നിങ്ങൾ ഞാനിപ്പോ എഴുതാം, ബാർബേരിയൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാർബേരിയൻ എന്ന് പറയുന്ന വാക്ക്. ബാർബേരിയൻ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് തന്നെ ഒട്ടും അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള, ക്രൂവൽ ആയിട്ടുള്ള, അൺസിവിലൈസ്ഡ്, ബാഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അതാണ് ബാർബേരിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ചിലപ്പോൾ സിവിലൈസ്ഡ് എന്നുണ്ടാവും, ക്രൂവൽ എന്നുണ്ടാവും, അൺസിവിലൈസ്ഡ് ഉണ്ടാവും, ബാഡ് ഉണ്ടാവും. സോ ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്രൂവൽ, ബി ബാഡ്, സി സിവിലൈസ്ഡ്, ഡി അൺസിവിലൈസ്ഡ്. നോക്കിയേ, ഈ ഓപ്പോസിറ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ്. അതായത് ബാർബറി അൺസിവിലൈസ്ഡ് ആണ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്ന് പറയുമ്പോൾ സിവിലൈസ്ഡ് ആയിരിക്കും. ഇതാണ് വേറെ ഒരു സെക്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ കണ്ടു, ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ കാണുന്നത് സെയിം മീനിങ് ആണ്. പിന്നത്തെ സെക്ഷനിൽ നമ്മൾ കാണുന്നത്
ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഇനി സെക്ഷൻ 3 എടുത്തു കഴിഞ്ഞാൽ അത് അറേഞ്ച്മെന്റ് ആണ്. അതായത് 6 സെന്റൻസസ് തന്നിട്ടുണ്ട് നമുക്ക്. 6 സെന്റൻസസ്, അതായത് സെന്റൻസ് 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 സെന്റൻസുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ അറേഞ്ച് ഇൻ ദ ഓർഡർ, അറേഞ്ച് ഇൻ ദ ഓർഡർ, അറേഞ്ച് ഇൻ ദ ഓർഡർ. സോ ഈ 6 സെന്റൻസുകളെ നമ്മൾ അറേഞ്ച് ചെയ്യും. അതിന് നമുക്ക് ഒരു സെന്റൻസ് 1ഉം സെന്റൻസ് 6ഉം തന്നിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ടിംഗ് സെന്റൻസും എൻഡ് സെന്റൻസും അവർ നമുക്ക് തന്നിട്ടുണ്ടാവും. സ്റ്റാർട്ടിംഗ് സെന്റൻസ് തന്നിട്ടുണ്ടാവും, എൻഡ് സെന്റൻസും നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നും ബാക്കിയുള്ള സെന്റൻസുകൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇത് കുറച്ച് നമ്മൾ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി, നേരത്തെ കണ്ട പോലത്തെ വാക്കുകൾ, കോപ്പുലന്റ്, അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കുകളുടെ പ്രശ്നമൊന്നും നമുക്ക് വരുന്നില്ല. ഇത് പൊതുവെ കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. ഇതാണ് സെക്ഷൻ 2 വരുന്നത്. ഇനി സെക്ഷൻ 4, ഇംഗ്ലീഷിന്റെ തന്നെ സെക്ഷൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 4 ഇപ്പം സെക്ഷൻ 4 വരുന്നത് ഡയറക്റ്റ് സ്പീച്ചിന്. സെക്ഷൻ 4 വരുന്നത് ഇംഗ്ലീഷിന്റെ, ഞാൻ പറയുന്നതല്ല ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിന്റെ സെക്ഷൻ 4 വരുന്നത് ഡയറക്റ്റ് സ്പീച്ചിന്, ഡയറക്റ്റ് സ്പീച്ചിന് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞുതരാം, അടുത്ത സെഷനിൽ പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ ഒരു സെന്റൻസിന് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കി മാറ്റണം. അതാണ് ഇതിന്റെ സെക്ഷൻ 4 വരുന്നത്. പിന്നെ അപ്പൊ സെക്ഷൻ 4 കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിന്റെ സെക്ഷൻ 5 വരുന്നത് പാസേജുകളാണ്. പാസേജ് 1, പാസേജ് 2. അപ്പോ 2 പാസേജ് ഉണ്ടാവും. ഓരോ പാസേജിനും 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സെക്ഷൻ 5 10 ക്വസ്റ്റ്യൻ ആണ്. പാസേജ് 1, പാസേജ് 2. അപ്പൊ നമ്മൾ ഈ പാസേജുകൾ വായിച്ചിട്ട് അതിന്റെ കറക്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ കറക്റ്റ് ആൻസർ നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ഇതിന്റെ നെക്സ്റ്റ് സെക്ഷൻ. പിന്നെ വീണ്ടും കാണിക്കാറുള്ള സെക്ഷൻ 6 ഇംഗ്ലീഷിന്റെ, ഞാൻ പറയുന്നത് സിമിലർ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സെക്ഷൻ 6 വരുന്നത് ഇംഗ്ലീഷിന്റെ നമുക്ക് അവര് തരുന്നത്, അതായത് ഒരു സെന്റൻസ്, അതായത് ഇപ്പൊ ഒരു വാക്ക് തന്നിട്ട് അതിന് സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്, ചിലപ്പോൾ ഒരു സെന്റൻസ് ആയിരിക്കും അതിനൊരു സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഇപ്പൊ ക്രൂവൽ മാൻ, അപ്പൊ നമുക്ക് എഴുതിയാം ബാർബേറിയൻ, അൺസിവിലൈസ്. ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്, മീനിങ് അല്ല സബ്സ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ കണ്ടുപിടിക്കാം. പിന്നെ സെക്ഷൻ 7 വരുന്നത് ഇംഗ്ലീഷിന്റെ തന്നെ സെക്ഷൻ 7 വരുന്നത് ഗ്രാമാറ്റിക്കൽ എറേഴ്സ്. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസിലെ ഗ്രാമർ എറേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇപ്പൊ അതിനകത്ത് എറർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ എറേഴ്സ് കണ്ടുപിടിക്കണം. പിന്നെ ലാസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 8 വരുന്നതാണ് പ്രോവർബ് ഇഡിയംസ്. സെക്ഷൻ 8 വരുന്നതാണ് പ്രോവർബ് ഇഡിയംസ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഓവറോൾ ഇംഗ്ലീഷിന്റെ 50 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ 1 to 10 നമുക്ക് വരുന്നത് മീനിങ് ആയിരിക്കും. മീനിങ്ങിനെ പറ്റിയിട്ടായിരിക്കും 1 to 10 അവര് ചോദിക്കുന്നത്. പിന്നെ 11 to 15 ഓപ്പോസിറ്റ് വരും. ഇത് ഉറപ്പൊന്നും കേട്ടോ, ഇങ്ങനെയാണ് ഇപ്പൊ പാറ്റേൺ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 16 മുതൽ 20 വരെ നമുക്ക് അവര് കാണിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച് കൺവേർഷൻ. അപ്പൊ സ്പീച്ച് കൺവേർഷൻ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് 21 to 30 പാസേജ് ക്വസ്റ്റ്യൻസ്. പാസേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 31 to 35 അവര് സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്.
സൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് ക്വസ്റ്റ്യൻസ്, അതായത് പിന്നെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഗ്രാമർ എറേഴ്സിന്റെ ഉണ്ട്. ഗ്രാമർ എറേഴ്സ്, പിന്നെ ഇഡിയംസ്, പ്രോവർബ്സ്. ഇതാണ് ഇംഗ്ലീഷിന്റെ ഒരു പൊതുവെയുള്ള പാറ്റേൺ. വൊക്കാബുലറി വേണം, കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ വാക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകൾ. ഇഫ് യു ആർ നോട്ട് എ ഫാൻ ഓഫ് വൊക്കാബുലറി, ഇങ്ങനെ പുതിയ പുതിയ വാക്കുകൾ എന്തൊക്കെയാണോ അതിന്റെ അർത്ഥം കണ്ടുപിടിക്കാനൊക്കെ പറ്റാത്തവർക്ക്, ഓർത്തിരിക്കാത്തവർക്ക് ബുദ്ധിമുട്ടാണ് ഈ മീനിങ് കണ്ടുപിടിക്കുക. ഞാൻ പറയാം സാധാരണ കുട്ടികളുടെ കാര്യം. പക്ഷെ ഈ ഓപ്പോസിറ്റ് പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം മൂന്നെണ്ണത്തിലും ഒരേ അർത്ഥമായിരിക്കും. അപ്പം ഓപ്പോസിറ്റ് മീനിങ് അർത്ഥമല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ടാക്കിൾ ചെയ്യാൻ പറ്റും. സ്പീച്ച് കൺവേർഷൻ പിന്നെയും പറ്റും. പാസേജ് ക്വസ്റ്റ്യൻസ് പൊതുവെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു സെക്ഷൻ ഞാൻ മിസ്സായി, നേരത്തെ പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് സെന്റൻസുകൾ തന്നിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇതിന്റെ അകത്ത് വരുന്നതാണ് ഓർഡറിൽ, അറേഞ്ച് ഇൻ ദ ഓർഡർ, സ്റ്റാർട്ടിങ്ങും എൻഡും നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ആ സ്റ്റാർട്ടിങ് എൻഡ് അറേഞ്ച് ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇതാണ് ഇംഗ്ലീഷിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഞാൻ ഈ സ്ട്രക്ചർ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം, ഒരു ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ എക്സാം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യും, പക്ഷെ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉപയോഗിക്കുക. നിങ്ങൾ വെബ്സൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാമാറ്റിന്റെ പഴയ ഈ 2019 KMAT അങ്ങനെ ലേറ്റസ്റ്റ് KMATന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിന്റെ ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അടുത്ത സെക്ഷൻ, അപ്പൊ ഇംഗ്ലീഷ് കഴിഞ്ഞു, 50 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിന്റെ കഴിഞ്ഞു. ഇനി അടുത്തൊരു സംഭവമാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. സെക്ഷൻ 2, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പലരും ഈ സംഭവം അവിടെ വെച്ച് ഒഴിവാക്കാം. വേറെ ഒന്നും കൊണ്ടല്ല. കാരണം എല്ലാവർക്കും ഒരു വിചാരമുണ്ട് മാത്തമെറ്റിക്സ്, പൊതുവെ ഞാൻ MBA പഠിച്ചതാണ്. അപ്പൊ MBAക്കാര് പൊതുവെ മാത്തമെറ്റിക്സിൽ വീക്കാണ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ ഞാൻ മാത്തമെറ്റിക്സ് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിച്ചു, മാത്തമെറ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുറെ കുട്ടികൾ MBAക്ക് വരുന്ന മാത്തമെറ്റിക്സ് വീക്ക് ആയതുകൊണ്ട് MBAക്ക് ചേരുന്ന കുട്ടികളുണ്ട്. ശരിക്കും ഒരു മാത്തമെറ്റിക്സ് വീക്കല്ല, അവര് ഓൾറെഡി സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്തമെറ്റിക്സ് കൂട്ടാനും കുറയ്ക്കാൻ ചെറിയ പേടി പറ്റിയിട്ട് മാത്തമെറ്റിക്സിന്റെ ആ സംഭവം കഴിഞ്ഞു പോരാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പറ്റും. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ പഠിക്കാനായിട്ട് നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിലെ കണക്കും കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും കുറച്ച് പ്രോബിലിറ്റിയും +2 പഠിച്ച കുറച്ച് പ്രോബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ സെക്ഷൻ പാസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന സെക്ഷൻസ്. ഞാനിത് പറയാൻ കാരണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് പറയാം. സിമ്പിൾ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ അതൊരു സെക്ഷനാണ്. സിമ്പിൾ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നോക്കിയേ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. അതായത് ഏജ് 8880, അതായത് 8888 എന്ന് പറഞ്ഞ സംഖ്യ പ്ലസ് 888 പ്ലസ് 88 പ്ലസ് 88. നിങ്ങൾക്ക് കുറച്ച് ചോയ്സുകളാണ്. ഈ ചോയ്സുകൾ തന്നേക്കും മോർ ഓർ ലെസ് സെയിം ചോയ്സുകൾ. 4 ഇപ്പൊ നിങ്ങൾക്ക് തന്നേക്കുന്ന ചോയ്സുകൾ നമുക്കൊന്ന് നോക്കാം. അതായത് നോക്കി ഇതിന്റെ ഇപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്ന വാക്ക് എന്തായാലും 1, 2, 3, 4, 8 ഉണ്ട്. അപ്പൊ ലാസ്റ്റ് വരുന്ന നമ്പർ എന്തായാലും 2 ആയിരിക്കും. ബാക്കിയുള്ള ഓപ്ഷനിൽ ചിലപ്പോൾ ആ 2 ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കണ്ണും പൂട്ടിയടിച്ച് ആൻസർ എഴുതാൻ പറ്റും. നൺ ഓഫ് ദ അബവ് ചോയ്സ് തരാറില്ല. നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ കാണാമെങ്കിൽ 888 പ്ലസ് 88 പ്ലസ് 8. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8 4 32, റിമൈൻഡർ 3, 24 3 27, സിസ്റ്റം 2, 8 8 16 2,
18, 8, 1, 9. അപ്പൊ നോക്കി ഇതിന്റെ ഒരു ആൻസർ 9872 എന്നായിരിക്കും. നിങ്ങൾക്ക് തരുന്ന ചോയ്സുകളിൽ ഈ ചോയ്സ് എ എന്ന് പറയുന്നത് 9876, ചോയ്സ് ബി എന്ന് പറയുന്നത് 9872, ചോയ്സ് സി 9874, ചോയ്സ് ഡി 9877. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 9872 എന്ന് കണ്ടു. ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇത് ആക്യുറസി നിങ്ങൾ നോക്കേണ്ട ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ മാത്തമാറ്റിക്സിൽ വരുന്നതാണ് പെർസെന്റേജ് റേഷ്യോസ്. പെർസെന്റേജ് റേഷ്യോസ് പ്രോബബിലിറ്റി. പെർസെന്റേജ് ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും പെർസെന്റേജ് വെച്ചിട്ടുള്ള ഒരാള് 10 രൂപ കൊണ്ടുപോയി, അയാളുടെ എക്സ് എമൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ 5% അയാൾ വേറൊരു സാധനം വാങ്ങാൻ ഉപയോഗിക്കും, 8% ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കും, 3% റൈസ് വാങ്ങാൻ ഉപയോഗിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. റേഷ്യോസ് നിങ്ങൾക്ക് അറിയാം. പിന്നെ പ്രോബബിലിറ്റി, ഇപ്പം ഒരു ജാറിൽ 3 കളറിലുള്ള ബോൾസ് ഉണ്ട്, അത് എടുക്കുമ്പോൾ ഏതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും. പിന്നെ വരുന്നതാണ് സ്പീഡിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നതാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ അതിപ്പോ അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചവർക്ക് എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് ട്രിഗണോമെട്രി വരാറുണ്ട്. ഈ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്റ്റ് ഒരു ട്രയാങ്കിൾ നമുക്ക് കണ്ടുപിടിക്കാനല്ല വരാം. ഇപ്പൊ ആക്ച്വലി ഒരാള് എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു, പിന്നെ അയാൾ റൈറ്റ് തിരിഞ്ഞു 5 കിലോമീറ്റർ നടന്നു, ഇവിടുന്ന് എ നിന്ന് ബിയിലേക്ക് അയാൾ 4 കിലോമീറ്റർ നടന്നു. ഇപ്പോ അയാളും സ്റ്റാർട്ടിംഗ് പോയിന്റും അയാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്തി. അപ്പൊ നമ്മളിവിടെ ട്രിഗണോമെട്രി നമ്മൾ ഉപയോഗിക്കുന്നു, പൈതഗോറസ് തിയറം നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നതാണ് ഏജ്. രണ്ടുപേരുടെ ഏജ് ആവറേജ് കണ്ടുപിടിക്കും, കുറച്ച് കോംപ്ലിക്കേറ്റഡ്. മൂന്നാമത് ഒരാളുടെ ഏജ് കണ്ടുപിടിക്കാൻ ഫൈൻഡിങ് ഏജ്. നാലാമത് ഇതിന്റെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടോ ഗ്രാഫോ തന്നിട്ടുണ്ടാവും, ബിസിനസ് ഡീറ്റെയിൽസിന്റെ. ആ ചാർട്ടിൽ നിന്നും ഗ്രാഫിൽ നിന്നും നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അവർ ചോദിക്കുന്ന കുറച്ച് ഡാറ്റ അനാലിസിസും കാര്യങ്ങളും കണ്ടുപിടിക്കാം. ഇതാണ് ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാ കുട്ടികളും ഭയങ്കര ടഫായിട്ടാണ് കാണുന്നത്. എങ്കിലും അതിന്റെ 50 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 20ഓ 25ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിൽ കോംപ്ലക്സ് മാത്തമെറ്റിക്സ് കാൽക്കുലേഷൻ അതിൻ്റെ അകത്ത് വരുന്നില്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന എല്ലാ ക്വസ്റ്റ്യനും പുതിയതായിട്ട് തോന്നും. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പുതിയതായിട്ട് തോന്നുന്നില്ല, സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതിനകത്ത് റിപ്പീറ്റേഷൻ ഉണ്ടായില്ലെങ്കിലും പക്ഷെ ഒരേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ വരികയാണ് സെക്ഷൻ 3. അതായത് സെക്ഷൻ 3 എന്ന് പറയുമ്പോൾ ഡാറ്റ സഫിഷ്യൻസി, സെക്ഷൻ 3 ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിംഗ്. ഞാൻ എപ്പോഴും പറയാം, MBA പഠിക്കാൻ പോണ എല്ലാവർക്കും ഇതിൽ എക്സ്പെർട്ട് ആയിരിക്കും എല്ലാവരും ഈ കാര്യം. കാരണം അതിനകത്ത് നമ്മുടെ അടുത്ത് അവര് ബേസിക്കലി ചോദിക്കുന്ന 2 സെന്റൻസ് വന്നിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറയും. അതായത് ഒരു സെറ്റ് ഓഫ് സെന്റൻസസ് അവർ തരും. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഒരു കാര്യമാണ്, ഒരു സെക്ഷനാണ് കൺക്ലൂഷൻ. ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറയും. പിന്നെ വേറെ ഒന്നാണ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഒന്നോ രണ്ടോ കാര്യം തരും, എന്നിട്ട് നിങ്ങൾ ഏതാണ് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഏതാണ് വരുന്നത്, സെക്കൻഡ് ഏതാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് തമ്മിൽ ബന്ധമുണ്ട് അല്ലെങ്കിൽ ബന്ധമില്ല, ഇതാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരും. പിന്നെ അസംഷൻസ്.
ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് അസ്യൂം ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റ് തരും, മൂന്നാം നിങ്ങളുടെ ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ അസ്യൂം ചെയ്യാം. ചിലപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അസ്യൂം ചെയ്യാൻ പറ്റില്ല, അസ്യൂം ചെയ്യാൻ പറ്റില്ല എന്നില്ല. അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റിൽ ചോദ്യത്തിന് ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ്, പക്ഷെ അത് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിന് നിങ്ങൾ ആൻസർ ചെയ്യാം. അതാണ് അതിന്റെ അടുത്ത സെക്ഷനിൽ വരുന്നത്. പിന്നെ കോസ് എഫക്ട്, അതായത് 2 സ്റ്റേറ്റ്മെന്റ് കോസ് എഫക്ട് 2 സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് തരും. ലൈക്ക് സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്റ്റേറ്റ്മെന്റ് 1ന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് 2. അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അത് ഒന്നിനൊന്ന് ഡിപ്പെൻഡന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോജിക്കൽ റീസണിംഗിൽ വരുന്നത്. പിന്നെ സീരീസ്, അതായത് നമുക്കറിയാം ഫില്ലിംഗ് ദ സീരീസ്. ഒരു വാക്ക് ഒരു ആൽഫബറ്റിക് ഓർഡർ വന്നിട്ട് അടുത്ത വാക്ക് ഏത് ഓർഡറിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. 2 3 ആൽഫബറ്റിക് ഓർഡർ വന്നിട്ട് ചെയ്യാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി 4ാമത്തെ നമ്മുടെ സെക്ഷനാണ് ജനറൽ നോളജ്. സെക്ഷൻ 4 ജനറൽ നോളജ്. ഇത് സത്യം പറഞ്ഞാൽ GK ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോ കണ്ട ചോദ്യമാണ്, ഏത് രാജ്യത്തിന്റെ ബാങ്കിനാണ് RBI ആദ്യം ഇന്ത്യയിൽ തുടങ്ങാൻ വേണ്ടി പെർമിഷൻ കൊടുത്തത്? എനിക്കറിയില്ല. അപ്പം അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പേരെന്താണ്? അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ സെൻട്രൽ മിനിസ്റ്ററിന്റെ പേരെന്താണ്? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരും. അതല്ലെങ്കിൽ ലേറ്റസ്റ്റ് അക്വിസിഷൻസിന് വേണ്ടി വരും. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പീപ്പിൾ ഹു മേക്സ് ദ ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിലവര് ചിലപ്പോൾ ബിസിനസ് റിലേറ്റഡ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും, ചിലവര് ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ബിസിനസിന് വേണ്ടിയിട്ട് അധികം കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടുവെന്നും വരില്ല, ബിസിനസിന് വേണ്ടി അധികം കാര്യങ്ങളൊന്നും കണ്ടുവെന്നും വരില്ല. അപ്പം അതൊരു ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ ഞാൻ സമ്മറൈസ് ചെയ്യാം, ബിക്കോസ് ഐ നോട്ട് ടേക്കിംഗ് ടു മച്ച് ടൈം, ബട്ട് ഞാൻ സമ്മറൈസ് ചെയ്യാം. നമുക്ക് സെക്ഷൻസ്, അപ്പൊ ഞാൻ എന്റെ ഹാർഡ്നെസ് കുറച്ച് നിങ്ങൾക്ക് പറയാം. അതായത് സെക്ഷൻ 1 ഇംഗ്ലീഷ്, സെക്ഷൻ 2 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, സെക്ഷൻ 3 റീസണിംഗ്, സെക്ഷൻ 4 ജനറൽ നോളജ് അല്ലെങ്കിൽ GK. നമ്മള് ക്വസ്റ്റ്യൻസിന്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സെക്ഷൻസ്. ക്വസ്റ്റ്യൻസിന്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇതിൽ 50, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ 50, റീസണിങ്ങിൽ 40, GKയിൽ 40, ടോട്ടൽ 180. ഇനി ഇതിന്റെ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇംഗ്ലീഷിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആ ഇംഗ്ലീഷ് വാക്കുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരു സാധാരണ വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം അതിൻ്റെ അകത്ത് പാസേജിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കുറച്ച് നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്ന 5 ക്വസ്റ്റ്യൻ കുറച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നല്ലൊരു ട്രെയിനിങ് എടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് സുഖമായിട്ട് പാസ്സാവും. റീസണിങ് MBAക്കാർക്ക് പൊതുവെ എളുപ്പമായിരിക്കും നമുക്ക് സ്കില്ല്. GK നിങ്ങൾ ചെയ്യുന്ന പോലെ ഇരിക്കും. സോ ഇതാണ് KMAT എക്സാമിനേഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതിൽ ചേഞ്ചസ് വരാം, ചേഞ്ചസിന് സാധ്യതയുണ്ട്, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു പാറ്റേൺസ് ആണ് ഇത്. നിങ്ങൾ ഇതനുസരിച്ച് ഈ ഒരു ജനറൽ അവയർനെസ്സോട് കൂടിയിട്ട് വേണം നിങ്ങൾ KMATനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ഉണ്ട്, GK നമ്മൾ എന്തൊക്കെയോ പഠിച്ചു പോകും. അത് സാധിക്കുമെങ്കിൽ പഴയ KMAT ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നെറ്റിൽ കിട്ടും, അത് നിങ്ങളൊന്ന് നോക്കി വർക്ക്ഔട്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം. അപ്പോൾ 4 സീരീസ് വീഡിയോ സെഷൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നു. അതിൽ 4 എണ്ണത്തിലും നമ്മൾ KMATന്റെ
ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ക്യാമാറ്റ് എക്സാം എങ്ങനെയായിരിക്കും, അതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, അതിന്റെ കണ്ടന്റ്സ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെ പറയാൻ കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, നമ്മളൊരു എക്സാം എഴുതുമ്പോൾ, എസ്പെഷ്യലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നമ്മൾ അറിയണം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം നമുക്കറിയാം. പക്ഷെ അതിന്റെ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന, ഏതൊക്കെ സെക്ഷൻസിനാണ് കൂടുതൽ ചോദിക്കുക, ഈ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടെങ്കിൽ ഈ എക്സാമിന് ഒരു കോൺഫിഡൻസോട് കൂടി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും, ഒരു കോൺഫിഡൻസോട് കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു കോൺഫിഡൻസോടെ നമുക്ക് ചെയ്യാൻ പറ്റും, തീർച്ചയായും നമ്മൾ എക്സാം വിൻ ചെയ്യും. അപ്പൊ ഇന്ന് ഇപ്പോ ഒരു 5-6 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ പോകുന്നത് ഈ KMAT എക്സാമിനേഷനുള്ള കുറച്ച് ടിപ്സ് ആണ്. ഇതും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടിപ്സ് ഫോർ KMAT എക്സാമിനേഷൻ. ടിപ്സ് ഫോർ KMAT എക്സാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമ്മുടെ 4 സീരീസ് ഓഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇന്ന് ഫൈനലാണ് ഇൻട്രൊഡക്ഷന്റെ. ഇനി ഇൻട്രൊഡക്ഷൻ ഇല്ല, ഇനി നമ്മൾ ആക്ച്വൽ പ്രാക്ടീസിലേക്ക് കിടക്കാൻ പോവാണ്. ആദ്യം ഇതിനകത്ത് ഫസ്റ്റ് KMAT ഞാൻ പറഞ്ഞു ടോട്ടൽ ക്വസ്റ്റ്യൻസ് 180 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 180 ക്വസ്റ്റ്യൻസിന് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ടൈം 180 മിനിറ്റ്സ്. പക്ഷെ നിങ്ങൾ ഈ മുഴുവൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ റാങ്ക് ഒന്നും ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കില്ല. കാരണം കഴിഞ്ഞ തവണത്തെ KMAT എക്സാമിന് ടോപ്പ് സ്കോർ ചെയ്ത കുട്ടിക്ക് കിട്ടിയത് 428 മാർക്ക്. എന്ന് പറഞ്ഞാല് ഒരു റൈറ്റ് ആൻസറിന് 4 മാർക്ക് ഉണ്ട്. അപ്പം അതിന് നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 107 ക്വസ്റ്റ്യൻസ് ആണ് ഇയാൾക്ക് കറക്റ്റ് ആയിട്ട് വന്നത്. 180-ല് 107 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർക്ക് കറക്റ്റ് ആയിട്ട് വന്നത്. അപ്പം നമ്മൾ ഇത്ര വലിയ റിസ്ക് ഒന്നും എടുത്ത് ഹൈ റാങ്ക് ഒന്നും മേടിക്കുന്ന കാര്യത്തെ പറ്റി ഇപ്പോൾ ഞാൻ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യില്ല. കാരണം ഞാൻ സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് KMAT എക്സാം പാസ്സായി കഴിഞ്ഞാൽ കേരളത്തിൽ MBA പഠിക്കാൻ പറ്റും. അപ്പം പാസ്സാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. ഇനി ഈ 180 ക്വസ്റ്റ്യൻസിന് പ്രത്യേകത, 4 ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 മാർക്ക് കിട്ടും. ഈ 16 മാർക്കിൽ ഒരു 16 ക്വസ്റ്റ്യൻ കറക്റ്റ് കുത്തി കഴിഞ്ഞാൽ ഓരോ മാർക്ക് വെച്ച് മൈനസ് ആയി കഴിഞ്ഞാൽ ആ 16 മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇനി ഇതിന്റെ ഒരു സ്കോർ, നിങ്ങൾക്ക് ഒരു MBA അഡ്മിഷൻ കേരളത്തിൽ കിട്ടണമെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് വേണ്ട സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 മാർക്കാണ്. അപ്പൊ നിങ്ങളുടെ സ്കോർ 108 ആണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ MBAക്ക് അഡ്മിഷൻ കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ട്. നോക്കിയാൽ കഴിഞ്ഞ തവണത്തെ എക്സാമിന് 7000 ചില്ലാൻ കുട്ടികൾ എക്സാം എഴുതിയിട്ട് ഒത്തിരി കുട്ടികൾക്ക് അതിനുള്ള സ്കോർ കിട്ടിയിട്ടില്ല. ഒരു 3000-4000 3500 കുട്ടികളാണ് എനിക്ക് തോന്നുന്നു. ഞാൻ റാങ്ക് ലിസ്റ്റ് നോക്കി അത്രയും കുട്ടികൾക്ക് മാത്രമേ ആ ഒരു സ്കോർ കിട്ടിയുള്ളൂ. അപ്പം 180 ക്വസ്റ്റ്യനില് വെറും 27 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റൈറ്റ് ആണെങ്കിൽ ജനറൽ കാറ്റഗറി ഒരു റിസർവേഷനിൽ നിങ്ങൾ MBA അഡ്മിഷൻ അയച്ചിട്ടുണ്ടാവും. 27 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. നമുക്ക് 4 കാറ്റഗറി ഉണ്ട്. ഓരോ കാറ്റഗറിയിൽ നിന്നും ഒരു 5 അല്ലെങ്കിൽ 6, 7 ക്വസ്റ്റ്യൻ വെച്ച് കറക്റ്റ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ MBA അഡ്മിഷൻ കിട്ടാനുള്ള സ്കോറായി. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, SCBC ആണെങ്കിൽ ജനറൽ കാറ്റഗറിക്കാണ് നേരത്തെ പറഞ്ഞ 108 സ്കോർ വേണ്ടത്. SCBCക്ക് ആണെങ്കിൽ 72 മതി സ്കോർ. സോ ഇതാണ് സ്കോർ. അതിന് നിങ്ങൾക്ക് കറക്റ്റ് ആവാൻ വേണ്ടി 72 സ്കോർ കിട്ടാൻ വേണ്ടി 18 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മതി. 18 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് SCBC കാറ്റഗറിയിലുള്ള റിസർവേഷൻ ഉള്ളതിന് അഡ്മിഷൻ കിട്ടും. ഇനി SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്കോർ, മിനിമം സ്കോർ ആണ് ഞാൻ പറയുന്നത് 54 ആണ്. ആ 54 സ്കോർ കിട്ടാൻ 13.5 അല്ലെങ്കിൽ 14 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും. സോ കേരളത്തിൽ MBA അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും സിമ്പിൾ കാര്യം മതി. 27 ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 150 നിങ്ങൾ KMAT എക്സാം പാസ്സായി. അതിനെല്ലാവരും എന്ത് ചെയ്യും, ഈ കറക്കി കുത്തും. അപ്പൊ കിട്ടിയ സ്കോർ മൈനസ് ആയി. അപ്പം ഈ ടിപ്സില് ഫസ്റ്റ് പാർട്ട് KMAT എക്സാമിനെ പറ്റിയിട്ടുള്ള ജനറൽ അവയർനെസ് നമുക്ക് വേണം. ഇതിന്റെ സ്കോറിംഗ് എങ്ങനെയാ, സ്കോറിംഗ് ഇതിനുള്ളൂ
ഒരു റൈറ്റ് ആൻസറിന് 4 മാർക്കും ഒരു റോങ് ആൻസറിന് 1 മാർക്കും കുറയ്ക്കപ്പെടും. അപ്പോൾ നമ്മൾ സ്കോർ ചെയ്യുന്ന മാർക്കുകൾ പോകാനായിട്ട് കറക്കി കുത്തിയാൽ മതി, ഫുൾ മാർക്ക് നമ്മുടെ പോയി കിട്ടും. അപ്പൊ നിങ്ങൾ ഈ കട്ട് ഓഫ് സ്കോർ ബേസ് ചെയ്തിട്ട് പാസ്സാവാൻ ആദ്യം നോക്കുക, ഇഷ്ടംപോലെ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ജനറേറ്റ് ആൻഡ് അവയർനെസ്, അത് ഓൾറെഡി ഇപ്പൊ ഞാൻ തന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പം ഫസ്റ്റ് സ്റ്റേജില് കെമാറ്റിന്റെ സ്കോർ. സോ ടിപ്സില് കെമാറ്റ് ടിപ്സിൽ ഫസ്റ്റ് ജനറൽ അവയർനെസ്. എന്താ സ്കോർ, അഡ്മിഷൻ എലിജിബിലിറ്റി, ഈ രണ്ട് കാര്യം നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്തോ ഇപ്പം നിലവിൽ കപ്പാസിറ്റി. നിങ്ങൾ ഈ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾ അറിയണം, നിങ്ങളുടെ കപ്പാസിറ്റി. അപ്പൊ അതിന് ഞാൻ പറയുന്നത് അവയർനെസ് ഓഫ് യുവർ കപ്പാസിറ്റി ആൻഡ് സ്കിൽ, നമ്മുടെ സ്വന്തം കപ്പാസിറ്റി. സോ ഐ കോൾ ഇറ്റ് ആസ് എ സെൽഫ് അവയർനെസ്. നിങ്ങൾക്ക് ഇത് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാട്ടോ, കാരണം ഇത് നിങ്ങൾക്ക് എഴുതാൻ ടൈമിന് വേണ്ടി ഞാൻ ഇങ്ങനെ ബോർഡുമ്പോൾ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഇത് നിങ്ങളെ പ്രസന്റേഷൻ പോലെ കാണിച്ചാൽ മതി. അങ്ങനെ കാണിക്കാത്തതിന് കാരണം നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അതിന് മനസ്സിലാവും. സോ രണ്ടാം സെൽഫ് അവയർനെസ്. കുറച്ച് കണക്കൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, കുറച്ച് ഇംഗ്ലീഷ് ഓക്കെ, നോ പ്രോബ്ലം, സെൽഫ് അവയർനെസ്. പക്ഷേ നമ്മള് ഈ മലയാളത്തിൽ ചൊല്ലുന്നുണ്ട്, അഞ്ചൂടെ എത്തുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി എന്താണ്. അതേപോലെ തന്നെ എക്സാമിലേക്ക് വരുമ്പോൾ അറിയാം ഈ പറഞ്ഞ സുഖവും ഭംഗിയൊക്കെ അതിൻ്റെ അകത്ത് പോയി. നമ്മൾ ആദ്യം ചെയ്യണം ആ 4 ടോപ്പിക്സ്, നമുക്കുള്ള ടോപ്പിക്സ് എടുക്കുക. ഞാൻ ഷോർട്ടായിട്ട് ടോപ്പിക്സ് ഇതാണ്: ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ലോജിക് ആൻഡ് റീസണിങ്, GK. അതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ GK ഈ അടുത്ത വരുന്ന കെമാറ്റ് എക്സാമിന് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഒരു ഉറപ്പില്ല, ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഇല്ല. അപ്പൊ GK ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ആശ്വസിക്കാൻ വകയാണ്. ഈ GK നന്നായിട്ട് സ്കോർ ചെയ്യുന്നവർക്ക് അതൊരു സങ്കടത്തിന്റെ വഴിയാണ്. ഓക്കെ, അപ്പൊ അത് വിട്ടേക്ക്. ഇപ്പൊ നിലവിലിപ്പം ഇതുപോലെയാണ് നമ്മൾ ഈ പാറ്റേൺ കാണുന്നത്. ഇതിന്റെ ഓരോന്നിനും പറ്റി നമുക്കൊരു അനാലിസിസ് നടത്തണം. ഈ അനാലിസിസ് നടത്തണമെങ്കിൽ നമ്മൾ നോക്കണം ഇംഗ്ലീഷിൽ നമ്മുടെ സ്കില്ല് എങ്ങനെയുണ്ട്, കണക്കും ക്യൂട്ടിക്ക് എങ്ങനെയുണ്ട്, ലോജിക്കലായിട്ട് ചിന്തിക്കാൻ. നമുക്ക് ഇപ്പോ ഒരു 4 വാക്ക് തന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 നമ്പേഴ്സ് തന്നു കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാണെന്ന് പറയാൻ നമുക്ക് പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കണക്കുകൾ കൂടെ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ GK, അത് ഇപ്പൊ ആദ്യമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് ട്രെയിൻ ഉണ്ടാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ജർമ്മനിയാണ് അത് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ജനറൽ അവയർനെസ് നമുക്കുണ്ടോ എന്നുള്ള കാര്യം. ആദ്യമായിട്ട് വുമൺ ഡിജിറ്റൽ ലേണിംഗിന് വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്ത കമ്പനി ഏതാണ്? നമ്മുടെ ഇന്ത്യക്കാരെ നമ്മൾ വിപ്രോ ആണെന്ന് വിചാരിക്കും. ഫേസ്ബുക്കാണ് ആദ്യം വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ വുമൺ ഡിജിറ്റൽ ലേണിംഗിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആയിട്ട് അസോസിയേറ്റ്. അപ്പൊ ഇങ്ങനെ കുറെ GK ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു സെൽഫ് അവയർനെസ് എബൌട്ട് അവർ സെൽഫ്, ഈ എക്സാമിനെ പറ്റി നമ്മുടെ സ്കില്ല് എന്തോരുണ്ട്. സ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ടോപ്പിക്കും കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി. സോ വി ഹാവ് ടു ഡു എ സെൽഫ് അനാലിസിസ്. ഈ സെൽഫ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ എന്തോരം പഠിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ നമ്മുടെ ഇന്ന് മിസ്സായി പോകും. സോ സെക്കൻഡ് പാർട്ട് ഈസ് അവേർനെസ് ഓഫ് അവർ കപ്പാസിറ്റീസ്. സോ വി ഹാവ് ടു അസസ് അവർ സെൽഫ്. ടോപ്പിക്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എന്തോരം നമുക്ക് ചെയ്യാൻ പറ്റും, ഹൗ ടു ഡു ദ, ഇനി നമുക്ക് എങ്ങനെ അനാലിസിസ് ചെയ്യാൻ പറ്റും, ഹൗ വി ക്യാൻ ഡു ദ സെൽഫ് അനാലിസിസ്, ഹൗ ടു ഡു സെൽഫ് അനാലിസിസ്. ഈ ഒരു കാര്യത്തോളം സിലബസ് നോക്കി സെൽഫ് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഒരു പഴയ കെമാറ്റിന്റെ ആൻസർ കീ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആൻസർ ചെയ്ത് നോക്കാം. അപ്പൊ അറിയാം നമ്മൾ എവിടെയാ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട. സ്കോർ തീരെ കുറഞ്ഞു വെച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നിസ്സാരം കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വെറും 27 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ജനറൽ കാറ്റഗറികളൊക്കെ എലിജിബിലിറ്റി ആയി. CBSE 18 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് മതി, SC/ST ആണെങ്കിൽ 14 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് മതി. സോ അത്രയ്ക്ക് സിമ്പിൾ ആണ്. 150 ക്വസ്റ്റ്യനിൽ ഇത്രയും മാത്രം നിങ്ങൾ ആൻസർ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ ഫസ്റ്റ് പാർട്ട് ജനറൽ അവയർനെസ് കിട്ടി. നമ്മുടെ ഒരു സെൽഫ് അവയർനെസ് നമ്മൾ
നോക്കണം. ഈ സെൽഫ് അവയർനെസ് നോക്കുമ്പോൾ നമ്മൾ ഒരു സാമ്പിൾ അനാലിസിസ് നടത്തണം. സാമ്പിൾ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ സബ്ജക്റ്റിന്റെയും ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് ഉണ്ടാവുന്നതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, പക്ഷെ നമ്മളൊരു സാമ്പിൾ അനാലിസിസ് നടത്തണം. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിന്റെ ഒരു സാമ്പിൾ അനാലിസിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷിൽ ബേസിക്കലി 4 സെറ്റ് കാര്യങ്ങളാണ് വരുന്നത്. കാരണം ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ഒത്തിരി കൂട്ടും. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, കാരണം ഇത് MBA അഡ്മിഷൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിവിൽ സർവീസിന് താല്പര്യം ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാങ്കിങ് എക്സാംസ് എഴുതാൻ പോകുന്നുണ്ടാവും. നല്ല ജോലി കിട്ടണമെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ എഴുതാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സിലബസും വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പൊ KMATന്റെ കേസിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ വൊക്കാബുലറി ഒരു മെയിൻ പാർട്ടാണ്. വൊക്കാബുലറി, ഈ വൊക്കാബുലറിയിൽ നമുക്ക് വരുന്ന 4 കാര്യങ്ങളുണ്ട്. അതായത് 3 കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഞാനിതിനെ 3 കോളംസ് ആയിട്ട് തിരിക്കുകയാണ്. അതില് ഫസ്റ്റ് വരുന്നത് സ്പെല്ലിംഗ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കണമെന്നില്ല, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സ്പെല്ലിംഗ് ആയിരിക്കും ചോദിക്കും. പിന്നെ സിമിലർ വേർഡ്സ്, സിനോണിം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് വരുന്നത്, വേർഡ്സിന്റെ ഓപ്പോസിറ്റ്, ആന്റോണിം. ഇതാണ് വൊക്കാബുലറിയിൽ വരുന്ന ഒരു സാധാരണ നമുക്ക് വരും. പിന്നെ അടുത്ത നമ്മൾ എങ്ങനെ അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ കോംപ്രിഹെൻഷൻ. ഇത് വായിച്ച എങ്ങനെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ നമുക്ക് പാസേജ്, കാരണം ഇംഗ്ലീഷിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഗ്രാമറും നോൺ ഗ്രാമറും ഉണ്ട്. 2017 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഫുൾ ഗ്രാമറിൽ ചോദിച്ചിരുന്ന ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ ഫുൾ ഗ്രാമറിൽ ഉണ്ടായിരുന്നില്ല, നിസ്സാര ഗ്രാമർ വരുന്നുള്ളൂ. പാസേജിൽ ഗ്രാമർ വരുന്നില്ല. പാസേജ് നമ്മൾ വായിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ ചെയ്യാം. പിന്നെ സെന്റൻസ് അറേഞ്ച്മെന്റ്, നേരത്തെ പറഞ്ഞ 6 സെന്റൻസുകൾ എന്നിട്ട് സ്റ്റാർട്ടിംഗ് സെന്റൻസും എൻഡ് സെന്റൻസും, സെന്റൻസ് അറേഞ്ച്മെന്റ്. സെന്റൻസ് അറേഞ്ച്മെന്റ്. പിന്നെ വരുന്നതാണ് ഒരു സെന്റൻസ് എന്നിട്ട് അതിന് സിമിലർ വേർഡോ ഒരു വേർഡ് എന്നിട്ട് അതിന് പറ്റുന്ന സെന്റൻസ്. സോ സെന്റൻസ് വേർഡ് വിത്ത് സെയിം മീനിങ്, സെന്റൻസ് ഓർ വേർഡ് വിത്ത് സെയിം മീനിങ്, സെന്റൻസ് ഓർ വേർഡ് വിത്ത് സെയിം മീനിങ്. ഇത് കോംപ്രിഹെൻഷനിൽ വരുന്ന കാര്യങ്ങളാണ്, സെന്റൻസ് ഓർ വേർഡ് വിത്ത് സെയിം മീനിങ്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ ഈ സാമ്പിൾ അനാലിസിസിന്റെ ഒരു ചാർട്ട് ഇട്ടേക്കാം, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അടുത്ത് ഗ്രാമർ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 2017 ക്വസ്റ്റ്യൻ പേപ്പർ ഒഴിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഗ്രാമർ ചോദിച്ചേക്കുന്ന 2 കാര്യങ്ങളാണ്. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ഡയറക്റ്റ്. അപ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റ് സ്പീച്ചുമാണ് സാധാരണ നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. പുതിയത് കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും ചോദിക്കും, ഇതാണ് നമ്മൾ കണ്ടത്. പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ കാര്യം, ജനറൽ idioms, phrases, word substitution. അപ്പോൾ 2015 മുതൽ ഈ കഴിഞ്ഞ KMAT എക്സാം വരെ ബേസിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. മുഴുവനും പഠിക്കാൻ പറ്റില്ല. നമ്മളിട്ടുണ്ട് 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒരു 10 മാർക്ക് കിട്ടിയ ഇംഗ്ലീഷ് ഓക്കെ. ഞാൻ ചില റാങ്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോ ഇംഗ്ലീഷിന് 0 കിട്ടിയെന്ന് എനിക്ക് വന്ന് 0 കിട്ടാൻ മനഃപൂർവ്വം അത് ഒഴിവാക്കി കളഞ്ഞേക്കുന്നത്. നെഗറ്റീവ് മാർക്ക് വരണ്ടാന്ന് വെച്ചിട്ട് മനഃപൂർവ്വം ഒഴിവാക്കി കളഞ്ഞ കുട്ടികൾ, അല്ലെങ്കിൽ ചെയ്തിട്ട് നെഗറ്റീവ് മാർക്കും കൂടി മാച്ച് ആയിട്ട് 0 ആണ്. ഇതാണ് ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ ഈ ഒരു സാമ്പിൾ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എവിടെയാ സ്ട്രെങ്ത് ഉണ്ടോ, വൊക്കാബുലറിയിലുണ്ടോ, കോംപ്രിഹെൻഷനിലുണ്ടോ, ഗ്രാമറിലുണ്ടോ, ജനറൽ പാർട്ടിലുണ്ടോ. ഇതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഇതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കി ഇതിന്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നെറ്റിൽ കിട്ടുന്നതിന്റെ ഗുണം എന്ന് വെച്ചാൽ അതിന്റെ ആൻസറിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഇംഗ്ലീഷിന്റെ ഒരു സാമ്പിൾ അനാലിസിസ് നിങ്ങൾക്ക് നടത്താനായിട്ട് പറ്റും. ഇതാണ് ഇംഗ്ലീഷിന്റെ ഒരു സാമ്പിൾ അനാലിസിസ്.
ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതേപോലെ നമ്മൾ ഒരു സെൽഫ് അനാലിസിസ് നടത്താൻ വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ബേസിക്കലി 5 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 4 കാര്യങ്ങൾ തന്നെ പറയാം. കാൽക്കുലേഷൻ ഉണ്ട്, മെഷർമെന്റ് ഏരിയ വരുന്ന മെൻസുറേഷൻ ഉണ്ട്, പിന്നെ ജനറൽ ഉണ്ട്, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പം നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഫസ്റ്റ് നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. കാൽക്കുലേഷന്റെ കേസിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. കാൽക്കുലേഷന്റെ കേസിൽ നമുക്ക് വരുന്നത് അഡീഷൻ. കാരണം ഇത് കൂട്ടാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് സബ്ട്രാക്ഷൻ പറ്റണം. നമ്മൾ സാറിന് പഠിച്ചേക്കുന്ന എല്ലാ കാര്യം സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത് ബേസിക് മാത്തമെറ്റിക്സ് ആണ്. അധികം പേർക്കും ഈ മൊബൈൽ വെച്ചും കാൽക്കുലേറ്റർ വെച്ചൊക്കെ കുത്തി കഴിഞ്ഞിട്ട് ഈ സാധനമൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ? കാരണം ഡിഗ്രിക്കൊക്കെ പലർക്കും ഈ ഇത് മൊബൈല്, നമ്മുടെ മൊബൈലല്ല കാൽക്കുലേറ്റർ ഉപയോഗിക്കാറുണ്ട്. അധികം പേർക്കും ഇതിന്റെ ഒരു സ്കില്ല് നഷ്ടപ്പെട്ട. രണ്ടാമതാണ് മെഷർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള മെൻസുറേഷൻ എന്ന് പറയുന്നത്. അതായത് ഏരിയ, ഷേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ഏരിയ വരും, ഷേപ്സ്, ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഷേപ്സ് പറ്റി, ആംഗിൾസ്, ക്ലോക്കിന്റെ കേസിലൊക്കെ ചിലപ്പോൾ ആംഗിൾസ് ക്വസ്റ്റ്യൻസ് വരും. ആംഗിൾ വരും, വോളിയം, ഏത് 2 ടബ് ഉണ്ട്, അത് ഏത് ആദ്യം ഫില്ല് ആവുക, എത്ര സ്പീഡിൽ വെള്ളം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാം. പിന്നെ വരും ജനറൽ ആണ്, ജനറൽ മാത്തമെറ്റിക്സ്. ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് വരും. പിന്നെ ഡെസിമൽ വാല്യൂസ്, അതിന്റെ അഡീഷൻ, കാരണം ചില സീരീസുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിന്റെ അഡീഷൻ, ഡിവിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഡെസിമൽ. പിന്നെ അത് വരുന്ന റേഷ്യോസ്, പെർസെന്റേജ്, റേഷ്യോ, പെർസെന്റേജ്. ഇനി അടുത്ത് തന്നെ ഈ ജനറൽ തന്നെ വേറൊരു നെക്സ്റ്റ് ഭാഗം, കാരണം ജനറലാണ് കുറച്ച് കൂടുതൽ, ജനറൽ മാത്തമെറ്റിക്സ് ആണ് കുറച്ച് കൂടുതൽ വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വരും. പ്രൈം നമ്പേഴ്സ്, ഓഡ്, ഈവൻ നമ്പേഴ്സ്, ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ, ഇതൊക്കെ സ്കൂളിൽ നിന്ന് ചെയ്തേക്കുന്നതാണ്. പ്രൈം നമ്പേഴ്സ്, ഓഡ്, ഈവൻ നമ്പേഴ്സ്, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ അധികം വരുന്ന പ്രോബബിലിറ്റി ആണ് അധികം ചോദിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ 8ാം ക്ലാസ് തൊട്ട് നമുക്ക് പഠിക്കുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നിങ്ങൾക്ക് ഒരു സെൽഫ് അവയർനെസ് കിട്ടി. ഇതിനകത്ത് ഏതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാം, ഏരിയ കൂടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എക്സ്പെർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ കപ്പാസിറ്റി, ഇല്ലെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇല്ലാത്ത കാര്യം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു കേസിൽ നമുക്ക് വരുന്ന കാര്യം. ഡാറ്റ സഫിഷ്യൻസി, ലോജിക്കൽ റീസണിംഗ് നമുക്ക് നടത്താം. അപ്പൊ അതിന്റെ ഒരു അനാലിസിസ് നമുക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അറിയാം, ഈ ഏരിയയിൽ വന്നാൽ ഞാൻ അടിക്കും, എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും, അല്ലാത്ത ഏരിയയിൽ എനിക്ക് കിട്ടാൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇനി ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിംഗ്. Data sufficiency and logical reasoning. ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അതിനകത്ത് ഒരു ഭാഗമാണ് ലോജിക്കൽ റീസൺ, ഒരു സെക്ഷനാണ്
ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത്. ആ ലോജിക്കൽ റീസണിംഗിന്റെ സെക്ഷനിൽ ബേസിക്കലി നമുക്ക് കൺക്ലൂഷൻസ് ഒരു ഭാഗമാണ്. സെന്റൻസ് നമ്മൾ അതിൽ നിന്ന് എന്താ കൺക്ലൂഡ്, ട്രൂ ഓർ ഫോൾസ് വരുന്നുണ്ട്. ഇതൊരിക്കലും ഇംഗ്ലീഷിന്റെ ട്രൂ ഓർ ഫോൾസ് അല്ല, നമ്മുടെ ഒരു റീസണിങ് കപ്പാസിറ്റിയാണ് അവർ നോക്കുന്നത്. ഇനി കോഴ്സ് ഓഫ് ആക്ഷൻ, സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതാണ് നമ്മൾ ലോജിക്കൽ റീസണിംഗിൽ വരുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അടുത്തത് വരുന്നത് ആർഗ്യുമെന്റ്സ് ആണ്. കാരണം ഇത് റീസണിംഗിന്റെ ഒരു ഭാഗമാണ് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സിൽ നമുക്ക് പറയാവുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഏതാണ്, വീക്ക് ആർഗ്യുമെന്റ് ഏതാണ്. സ്ട്രോങ് ആൻഡ് വീക്ക് ആർഗ്യുമെന്റ്സ്. നമ്മൾ ഇത് ഓരോ സെക്ഷനിലും നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് ഇവിടെ നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും വീഡിയോസ് ഈ പറയുന്ന ഓരോ സെക്ഷനിലും എടുത്ത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു 10-50-60 ടൈപ്പോളം വെറൈറ്റി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഫില്ലിംഗ് ദ സീരീസ്. ഈ ഫില്ലിംഗ് ദ സീരീസ് എന്ന് പറഞ്ഞാൽ 5-6 നമ്പേഴ്സ് തന്നിട്ട് അല്ലെങ്കിൽ ലെറ്റേഴ്സ് അടുത്തത് നമ്മൾ ഫില്ല് ചെയ്യാം. നമ്പർ സീരീസ് ഉണ്ട്, ആൽഫബറ്റ് സീരീസ് ഉണ്ട്, പിന്നെ ഡയഗ്രാം സീരീസ്, ഓരോ പടങ്ങൾ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഷേപ്പുകൾ തന്നിട്ടുള്ള ഒരു സീരീസ്. നെക്സ്റ്റ് സീരീസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയാണ് റിലേഷൻസ്. ഈ റിലേഷൻസ് അധികം വേർഡുകൾ തമ്മിലുള്ള റിലേഷൻസ് ആണ് ഞാൻ ചോദിക്കുക. അപ്പൊ ഈ ആർഗ്യുമെന്റ്സ്, ഈ ലോജിക്കൽ ഇങ്ങനെ റിലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ലാസ്റ്റ് ആണ് ഒരു സംഭവം വരുന്നത് ലോജിക്കൽ കോംപ്രിഹെൻഷൻ. കാരണം ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, അതേപോലെ തന്നെയുള്ളതാണ് ലോജിക്കൽ കോംപ്രിഹെൻഷൻ. ഈ ലോജിക്കൽ കോംപ്രിഹെൻഷനിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്ന് സ്റ്റേറ്റ്മെന്റിന്റെ അനാലിസിസ്. അതായത് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, ട്രൂ ഓർ ഫോൾസ് എന്ന് വരുന്ന പോലെയാണ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഒരു 2 സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കറക്റ്റ് ഏതാണ്, അതല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പാസേജ് എന്നുള്ള അനാലിസിസ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഓഡ് വൺ ഔട്ട്. ഒരു 3-4 ഇതിനകത്ത് പെടാത്ത നമ്പർ തരാം, സെന്റൻസ് തരാം, വേർഡ് തരും. സോ ഫൈൻഡിങ് ദ ഓഡ് വൺ ഔട്ട്. സീരീസിലല്ലാത്ത സാധനം എന്താ, അല്ലെങ്കിൽ ഗ്രൂപ്പിലല്ലാത്ത. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് തരുന്നു. ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് വെച്ചിട്ട് അവരുടെ ചോദ്യം തരുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് വേറെ സെക്ഷൻ. ഇതും നമ്മൾ ചെയ്യുള്ളൂ. ഇതിന്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്, മെത്തേഡും പറഞ്ഞു തരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ഈ ഇട്ടേക്കുന്ന ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോന്റെ അവസാനം ഞാൻ ഒന്നും കൂടി ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ സഫിഷ്യന്റ്. അപ്പൊ നമ്മൾ ഈ സെക്ഷൻ എടുത്ത് തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 സബ്സെക്ഷൻസ് ഇപ്പൊ തന്നെ ഡാറ്റ സഫിഷ്യൻസി ലോജിക്കൽ റീസണിംഗ്. ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്താൽ പോലും നമുക്ക് ഇതിൽ നിന്ന് 13x4 നല്ലൊരു മാർക്ക് നമുക്ക് കിട്ടിയിരുന്നു. അപ്പം ഇതാണ് ഈ സെക്ഷൻ. ഇനി ലാസ്റ്റ് സെക്ഷനാണ് നമ്മുടെ ജനറൽ നോളജ്. ഇപ്പൊ ജനറൽ നോളജിൽ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് കേട്ടു അടുത്ത KMAT ജനറൽ നോളജ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇതൊരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ അല്ല, ഞാൻ അങ്ങനെ കേട്ടിരുന്നു. അതെന്തോരം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ജനറൽ നോളജിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ജനറൽ നോളജിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജനറൽ നോളജിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ജനറൽ നോളജിൽ ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരുന്നത് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഉണ്ട്. ആദ്യം വരുന്നത് പേഴ്സണാലിറ്റീസ് ആണ്. ഇതുവരെ വന്നിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മിനിസ്റ്റേഴ്സ്, പിന്നെ മെയിൻ ജോബ് പൊസിഷൻ അല്ലെങ്കിൽ മെയിൻ പൊസിഷൻ ലൈക്ക് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയുള്ള പൊസിഷൻസ് ഉള്ള ആൾക്കാരൊക്കെയാണ് പൊസിഷൻ ഹോൾഡേഴ്സ്. അവരുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഒരെണ്ണത്തിൽ വരാം. പിന്നെ വരുന്നതാണ് പ്രത്യേക ഇപ്പൊ ഗ്രീൻ റവല്യൂഷൻ നടത്തിയത് ആരാ. അപ്പൊ റവല്യൂഷൻസും
മൂവ്മെന്റ്സും ഒക്കെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സുകളൊക്കെ നടത്തിയ ആൾക്കാരാണ്. അവരെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സാറിന് പേഴ്സണാലിറ്റീസ് നമുക്ക് ഉണ്ടാവും. പിന്നെ ബിസിനസ് നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിസിനസ്സിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് ബിസിനസ് ഇൻഡെക്സുകൾ നമുക്ക് ചോദിക്കാറുണ്ട്. നമ്മുടെ ഇൻഡെക്സ്, ബിസിനസ് ഇൻഡെക്സ്. പിന്നെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ചോദിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പേഴ്സ്, ക്വാണ്ടിറ്റീസ്, നമ്പേഴ്സ്. പിന്നെ അതുപോലത്തെ റാങ്കുകൾ, ഏത് രാജ്യമാണ് ഇപ്പം 2019, 2017 ഓൺട്രപ്രണിയർ ലെവലിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, എത്രാമത്തെ റാങ്കിലാണ് ഇന്ത്യ നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് ബിസിനസ് കഴിഞ്ഞ് പിന്നെ സയൻസ്. ഈ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിസിക്സ് ചോദിക്കും, കെമിസ്ട്രി ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലഗേറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനാണ് റൂബി സഫയർ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോ ആ ക്വസ്റ്റ്യൻ വന്നേക്കും ലോജിക്കൽ ഒരു ക്വസ്റ്റ്യൻ ജനറൽ നോളജിൽ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. കെമിസ്ട്രി വരാറുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വരാറുണ്ട്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, GK വരാറുണ്ട്. എത്ര ബിറ്റ്, എത്ര ബൈറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് വരാറുണ്ട്. സയൻസ് വരാറുണ്ട്. പിന്നെ സ്പോർട്സ്, അതിനെ പറ്റിയുള്ള പേഴ്സൺസ്, സ്പോർട്സിലെ ഇമ്പോർട്ടന്റ് ആൾക്കാരെ പറ്റി ചോദിക്കാറുണ്ട്. ഈവന്റുകളെ പറ്റി ചോദിക്കാറുണ്ട്. ഈവന്റ്, അതിന്റെ ഡേറ്റ്, ഇനി അടുത്ത ഒളിമ്പിക്സ് എവിടെയായിരുന്നു നടക്കാൻ, ടോക്കിയോയിലായിരുന്നു, 2020 എവിടെയായിരുന്നു. അപ്പൊ അടുത്ത കൊല്ലത്തേക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മേജർ അച്ചീവ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്പോർട്സിൽ GK ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ജനറൽ ആയിട്ട് ഇന്ത്യ ഉണ്ട്, ജനറൽ ഇന്റർനാഷണൽ. ഇപ്പൊ ജനറൽ ഇന്ത്യ, ചിലപ്പോൾ നാഷണൽ ഫ്ലാഗിനെയോ അതല്ലെങ്കിൽ എത്ര സ്പൈക്കുകൾ, എത്ര ഇതുണ്ട് സ്പൈക്കുകൾ എന്നതിനെ പറ്റിയിട്ട് നമ്മൾ അശോക ചക്രത്തിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഫേമസ് പേഴ്സണാലിറ്റീസ്, ഇന്ത്യൻ പേഴ്സണാലിറ്റീസ്, GK ഇന്ത്യൻ പേഴ്സണാലിറ്റീസ് വരുന്നുണ്ട്. ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ പറ്റി, ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏരിയ വൈസുള്ള സ്റ്റേറ്റ് ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ലെജിസ്ലേഷൻ, ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ആദ്യമായിട്ട് സ്വന്തമായിട്ട് GST നടപ്പിലാക്കിയ ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ തെലങ്കാന എന്ന് പറഞ്ഞ സ്ഥലം. ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റേറ്റ് വൈസ് GST നടപ്പാക്കിയത് തെലങ്കാനയാണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ അവർ ചോദിക്കും. കാരണം ഈ GST ഒക്കെ നമ്മൾ MBA ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അടുത്തത് ജനറൽ ഇന്റർനാഷണൽ. നേരത്തെ പറഞ്ഞത് ജനറൽ ഇന്ത്യ ആണെങ്കിൽ ജനറൽ ഇന്റർനാഷണൽ. ഈ ജനറൽ ഇന്റർനാഷണൽ, അതുപോലെ ഇന്റർനാഷണൽ പേഴ്സണാലിറ്റീസ്, ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ പറ്റി ചോദിക്കും. ഈവന്റ്സും ഇന്റർനാഷണൽ അച്ചീവ്മെന്റ്സും, ഈവന്റ്സ്, അച്ചീവ്മെന്റ്സ്, ഓരോ രാജ്യത്തെ കണ്ടുപിടുത്തങ്ങളെയും കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ചോദ്യങ്ങൾ. ഇതാണ് ജനറൽ നോളജ്. അപ്പൊ ഇത്രയും ഒരു അവയർനെസ് ജനറൽ നോളജിനെ പറ്റിയും അതേപോലെ തന്നെ റീസണിങ്ങിനെ പറ്റിയും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ, ഇംഗ്ലീഷിനെയൊക്കെ പറ്റി ഇത്ര അവയർനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാം നിങ്ങളുടെ കയ്യിൽ എന്തായാലും നിങ്ങൾക്ക് ഒതുങ്ങി കിട്ടും. ഒരു തരത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം നിങ്ങൾ ഇത് ബേസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ നമുക്കിപ്പോ എന്താ, ഇത്രയും സെക്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മളെ പറ്റി ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞു, ഒരു സെൽഫ് അവയർനെസ് നമ്മുടെ അടുത്ത് ആയി കഴിഞ്ഞു. അപ്പൊ സ്കീം അറിഞ്ഞു, എന്തൊക്കെ സംഭവങ്ങളാണ്, സെൽഫ് അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേൺ, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ രണ്ടെന്താ, സെൽഫ് അവയർനെസ് ആയി. ഒന്നാമത് എക്സാമിനെ പറ്റി നമുക്കൊരു അവയർനെസ് വേണം. ഇവിടെയാണ് നമ്മളിപ്പോ എത്തുന്നത്. നമ്മൾ ലേൺ പ്രാക്ടീസ്. ഇനി തൊട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ലേൺ പ്രാക്ടീസ്. അത് ഞാൻ പറയാം, എഗെയിൻ ആൻഡ് എഗെയിൻ. ഞാൻ പറയാം, കോമ്പറ്റേറ്റീവ് എക്സാംസിനോട് മടുപ്പുള്ളവർക്ക് ഈ ക്യാമ്പാറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആവും. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ഫുൾ സ്കോർ കിട്ടാൻ, റാങ്ക് ലിസ്റ്റിൽ വരാൻ ഈ ഒരു ട്രെയിനിങ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ നിങ്ങൾ ഒരു എക്സാമിനെ അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ക്യാമ്പാറ്റ് മാത്രമുള്ള ബാക്കി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും നിങ്ങൾ പഠിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ഇനി പഠിച്ചു തുടങ്ങും. ഈ ഒരു ജനറൽ അവയർനെസ് ആയി കഴിഞ്ഞാൽ ഹൗ ടു ലേൺ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
First, understanding basics. Addition, multiplication, subtraction, division ബുദ്ധിമുട്ടാണോ നമ്മൾ ചെയ്ത് പഠിച്ചു. കുറച്ച് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇക്വേഷൻസ് നമ്മൾ പഠിക്കേണ്ടി വരും. ഫിസിക്സിൽ ടൈം, ഡിസ്റ്റൻസ്, വെലോസിറ്റി, കുറച്ച് ഇക്വേഷൻസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ച് സ്പെല്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അത് നമ്മൾ എളുപ്പം ഈ എക്സാം ചെയ്യാനായിട്ട് ലേണിംഗ് ഇക്വേഷൻസ് അധികം ക്യൂട്ടിയിലാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ കുറച്ച് ലേണിംഗ് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ഇന്റർനെറ്റും പുസ്തകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി ടെക്നിക്സും ലേണിംഗ് ടെക്നിക്സും കൂട്ടാൻ ഒത്തിരി മെത്തേഡ്സ് പലരും പറയും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് സ്വന്തം ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വന്തം ടെക്നിക്ക് വരും. ഇപ്പൊ നിങ്ങൾ കാർ ഓടിക്കാനോ സ്വിം ചെയ്യാനോ സൈക്കിളോട്ടൊക്കെ പഠിച്ചവർക്ക് നിങ്ങൾക്കറിയാം ബേസിക് ഒരു സ്കിൽ എല്ലാവരും തന്നു കഴിഞ്ഞ് പിന്നെ ചെയ്ത് പ്രാക്ടീസ് കിട്ടും തോറും നമുക്ക് നമ്മുടെ രീതി നമുക്ക് വരും. സോ അപ്പൊ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുക ലേണിംഗ് ടെക്നിക്സ്. നെക്സ്റ്റ് അതിന്റെ ഒരു കറക്റ്റ് യൂസ് മെമ്മറി ടെക്നിക്സ് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ പറയാം. ഒരാളുടെ അഡ്വൈസ് ചെയ്തിട്ട് മെമ്മറി ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യേണ്ട നിങ്ങൾ തന്നെ ടെക്നിക്ക്. പിന്നെ നമ്മൾ സോൾവ് ചെയ്ത പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ചിലത് നമുക്ക് ടഫ് ആവണമെങ്കിൽ ആദ്യം സോൾവ്ഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും ഒരു ക്വസ്റ്റ്യൻ വന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യും. സോ സ്റ്റാർട്ട് വിത്ത് സോൾവ്ഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. സ്റ്റാർട്ട് വിത്ത് സോൾവ്ഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഇതുകൊണ്ടൊരു ഗുണം നമുക്കുള്ളത് ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിനകത്ത് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെ ചെയ്യാന്ന്. ഇപ്പൊ എല്ലാവർക്കും ഇന്റർനെറ്റ് ഒക്കെ അവൈലബിൾ ആണ്. മെത്തേഡ്സ് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം അതനുസരിച്ച് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചിലവർ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഭയങ്കര എളുപ്പമാണല്ലോ, നേരെ കോംപ്ലക്സിലേക്ക് കയറി പിടിക്കും. കട്ടിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് തീർന്നു, അയ്യോ ചെയ്ത് ശരിയാവില്ല. ഇത് ഈ ഉത്തരം ശരിയായ എത്ര സമയം നമുക്ക് ചെയ്യാൻ പറ്റും? ചോയ്സിൽ നമ്മുടെ ആൻസർ ആണ് എന്ന് നമ്മൾ എത്ര മണിക്കൂറുകൾ ചെയ്യും. തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് കുത്തി എനിക്ക്. അപ്പൊ അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ എളുപ്പമാണ്. യു ബിഗിൻ വിത്ത് ഈസി, then to hard, then to complex. So ഈ ഒരു ടിപ്പ് നിങ്ങൾ എപ്പോഴും നോക്കണം. ബിഗിൻ വിത്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹാർഡ്, then to complex. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ആദ്യം അത് ഭയങ്കര ഈസി, അത് വിട്ടേക്കാം. ഏറ്റവും അടിയിൽ കയറി പിടിക്കും, അവിടെ ഒന്നും ശരിയാവില്ല, അവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ലേൺ ചെയ്ത് ബേസിക് ഇക്വേഷൻസ് പഠിക്കണം. ബേസിക് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഡയറക്റ്റ് സ്പീച്ച്, എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച്, നിങ്ങൾക്ക് അവയർനെസ് വേണം. അത് അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അല്ലാതെ ഈ എക്സാംസ് നമുക്ക് കറക്കി കുത്തി എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഇതിനൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് പ്രാക്ടീസ് ചെയ്യാം, കീപ് ആൻസറിങ്. പിന്നെ എപ്പോഴും ഒരു സ്പെസിഫിക് ടൈം ഇതിനു വേണ്ടി കൊടുക്കുക. ഒരു മിനിമം ടൈം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഇത് കെ-മാറ്റ് മാത്രമല്ല, ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഫ്യൂച്ചറിന് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓൺലൈൻ പ്രാക്ടീസ് ഒത്തിരി അവൈലബിൾ ആണ്, നെറ്റിലെല്ലാം അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം തന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോഴും അറിയുന്നത് വാട്സാപ്പിലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. എന്നിട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അതിന് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പലരും പല മെത്തേഡും ഇതൊക്കെ ഇട്ട് കറക്റ്റ് ആൻസർ കിട്ടുന്ന ഒരു സംഭവം. അപ്പൊ അങ്ങനെ നമ്മൾ ലേൺ, പ്രാക്ടീസ് അഗെയിൻ ആൻഡ് അഗെയിൻ. പിന്നെ എന്താ അടുത്തതാണ് നമ്മൾ മോക്ക് സെഷൻസ് ചെയ്യണം. അതായത് ഈ പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് എന്തോരം ഉണ്ടെന്ന് അറിയാൻ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കും. സോ ദ ഫോർത്ത് വൺ, ഡു സെക്ഷൻ വൈസ് മോക്ക് പ്രാക്ടീസ്. ഡു സെക്ഷൻ വൈസ് മോക്ക് പ്രാക്ടീസ്. ഈ മോക്ക് പ്രാക്ടീസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. മോക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അതിനൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഡു നോട്ട് റെഫർ ചോയ്സ്. അതായത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ എന്റെ ആൻസർ കണ്ടുപിടി ചോയ്സിൽ ആ ആൻസർ ഉണ്ടെങ്കിൽ അത് കറക്റ്റാണ്. ചോയ്സ് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തെറ്റില്ല. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ക്വസ്റ്റ്യൻ കിട്ടുക, നിങ്ങളുടെ ആൻസർ നോക്കുക, അത് ചോയ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ചോയ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ എന്താ, നമുക്ക് അറിയാത്ത അൺനോൺ ക്വസ്റ്റ്യൻസ് യു ഡോണ്ട് അറ്റൻഡ്. ഡു നോട്ട് അറ്റൻഡ്. കാരണം എന്താ, ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കെ-മാറ്റ് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുന്ന അൺനോൺ ക്വസ്റ്റ്യൻസ്. ഡു നോട്ട് യൂസ് ഗെസ്സിംഗ് ടെക്നിക്സ്. ഡു നോട്ട് യൂസ്
ഗസ്സിംഗ് ടെക്നിക്സ്. പ്ലീസ് ഇത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഈ ഗസ്സിംഗ് ടെക്നിക്സ് ഇത് ഒരിക്കലും നിങ്ങളെ രക്ഷപ്പെടുത്തില്ല. കാരണം നിങ്ങളുടെ മാർക്ക് പോകും. പിന്നെ നിങ്ങൾ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? റെഫർ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, വെബ്സൈറ്റ്സ് ഫോർ അസിസ്റ്റൻസ്. ഇത് നിങ്ങൾ അസിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. ദെൻ പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. സോ റീപ്രാക്ടീസ്. ഇത്രയും കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ കേരളത്തിൽ നല്ലൊരു സ്കോർ കിട്ടും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ടോപ്പിക്ക് പഠിച്ചിട്ട് അതിന്റെ 4-5 മോക്ക് ടെസ്റ്റ്, 5-6 ക്വസ്റ്റ്യൻസ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ഫുൾ കേരള എക്സാം ചെയ്യല്ല, ആ സെക്ഷൻ മാത്രം. മിസ്പെല്ലിംഗ് ആണെങ്കിൽ ആ സെക്ഷൻ മാത്രം നിങ്ങൾ അങ്ങോട്ട് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മുടെ സ്കോറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. സോ I'm just going to wind up for the last section for the general introduction, the tips for the KMAT examination. You make an awareness of the KMAT scheme and the required score. The awareness of your capacity and your skill, self-awareness. Learn, practice again and again. Then do a section-wise mock practice. ഇത് 5ാമത്തെ വീഡിയോ ആണ്. ഇതോടുകൂടി ജനറൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അടുത്ത വീഡിയോസ് തൊട്ട് നമ്മൾ ഓരോ സെക്ഷനെ പറ്റി, ഈ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത ഓരോ സെക്ഷനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇതില് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ ആ ഒരു സെൽഫ് അനാലിസിസിന്റെ ഓരോ സെക്ഷനിലെയും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. സോ I wish you all a success for your KMAT examination. So we are ending with the general tips or introduction to Kerala Management Aptitude Test. Thank you.